വീട്ടമ്മമാരായിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇവർക്ക് ഒരു വരുമാനം ജനറേറ്റ് ചെയ്യണം എന്ന് അധികം ആഗ്രഹമുണ്ട്. അതൊരു പാസീവ് ഇൻകം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വളരെ നല്ലൊരു ഇൻകം എന്നുള്ള രീതിയിലോ അവർക്ക് അപ്രോച്ച് ചെയ്യണം എന്ന് അധികം ആഗ്രഹമുണ്ട്. പലപ്പോഴും അതിനുവേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ അവർ നീക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അവർ ഫ്രോഡായിട്ടുള്ള ആക്ടിവിറ്റിയിലും മറ്റൊക്കെ ആയിരിക്കും പോയി ഏർപ്പെടുന്നത്. അതായത് പല സ്ഥലത്ത് പൈസ കൊടുക്കുന്നു, ചതിക്കപ്പെടുന്നു, ഇങ്ങനെ പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ന്യൂസുകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഓരോരുത്തർ പോയി ആകപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ജെന്യുവനായി വീട്ടിലിരുന്നു കൊണ്ട് ഒരു ലാപ്ടോപ്പ് ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു ഹിൻറ്റ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇവിടെ നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായി വരും. നിങ്ങൾക്ക് ആ ഏരിയയിൽ അറിവില്ലെങ്കിൽ ആ ഏരിയയിൽ നിങ്ങൾ അറിവുണ്ടാക്കി അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതായി വരും. ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് എത്ര രൂപ വരെ ലഭിക്കും, ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ പോയി അപ്ലൈ ചെയ്യണം, എന്താണ് ആ വർക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് വ്ളോഗിങ് എന്നത്. വ്ളോഗിങ് എന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വ്ളോഗിങ് ആക്ടിവിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വീഡിയോ മുഖേന ക്രിയേറ്റ് ചെയ്ത് അത് യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിപ്പിക്കുന്നതാണ് വ്ളോഗിങ് എന്ന് പറയുന്നത്. ഫുഡാകാം, ട്രാവലിംഗ് ആകാം, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആകാം, ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ എന്ത് വേണമെങ്കിലും ആകാം. എന്നാൽ വ്ളോഗിങ് എന്ന് പറയുന്നത് കണ്ടൻറ്റ് റൈറ്റ് ചെയ്യുക എന്നതാണ്. കണ്ടൻറ്റ് റൈറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിളുകൾ എഴുതുക, ഇതിനെയാണ് വ്ളോഗിങ് എന്നത് പറയുന്നത്. അത് ഇൻ്റർനെറ്റിലൂടെ പ്രദർശിപ്പിക്കുക. രണ്ട് തരത്തിൽ ഇതിനു വേണ്ടി അപ്രോച്ച് ചെയ്യാം. ഒന്ന്, സ്വന്തമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വേർഡ്പ്രസ്സിൽ ഒരു സൈറ്റൊക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് അതിൽ നമ്മുടെ ആർട്ടിക്കിളുകൾ എഴുതി അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഗൂഗിൾ ആഡ്സെൻസുമായി കണക്ട് ചെയ്ത് ഗൂഗിളിലെ പരസ്യം അതിനകത്ത് പ്രദർശിപ്പിച്ച്, കൂടാതെ സ്പോൺസേഡ് ആയിട്ടൊക്കെ ഓരോരോ കമ്പനികൾ കണക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് സ്വന്തമായിട്ട് ചെയ്യുന്ന വ്ളോഗിങ് എന്ന് പറയുന്നത്. ഇനി അതല്ല, മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും കമ്പനികൾക്ക് വേണ്ടി ചെയ്യാം എന്നതാണ്. എക്സാമ്പിൾ പറയുമ്പോൾ, ഗൂഗിളിൽ നമ്മുടെ വെബ്സൈറ്റ് റാങ്കിങ്ങിലോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായും അവിടെ ബാക്ക് ലിങ്കുകളും മറ്റൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിനെല്ലാം വേണ്ടി തന്നെ ആൾക്കാർ എന്ത് സെർച്ച് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ട് കണ്ടൻറ്റ് ആ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയും ആ കണ്ടൻറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് റാങ്കിങ്ങിലോട്ട് വരുന്നു. അത് മുഖേന ട്രാഫിക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പർപ്പസിനൊക്കെ ആയിട്ട് പല കമ്പനികളും കണ്ടൻറ് റൈറ്റേഴ്സിനെ തേടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മാസം നിങ്ങൾക്ക് 5000 രൂപ മുതൽ 50,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ സ്കില്ല്. എവിടെ പോയി അപ്രോച്ച് ചെയ്യണം? ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർനെറ്റ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഫൈവർ, അപ്വർക്ക്, മീഡിയം അതിലൂടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കണ്ടൻറ് റൈറ്ററായിട്ട് അവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമതാണ് വെർച്വൽ അസിസ്റ്റൻ്റ് എന്നത്. ധാരാളം ആൾക്കാർ വളരെയധികം ബിസിയാണ്, കാരണം അവർക്ക് ടൈം തികയുന്നില്ല. പല പല ആക്ടിവിറ്റികളുമായി അവർ ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ദിവസവും അവർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരുടെ ഓരോ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് ചാർട്ട് ചെയ്യാൻ സാധിക്കണം. അതായത് അവർ ഒരേ സമയം അവരുടെ കമ്പനിയിൽ പ്രസൻ്റ് ആയിരിക്കണം, സോഷ്യൽ മീഡിയയിൽ പ്രസൻ്റ് ആയിരിക്കണം, ഇനി അവർ ഏതെങ്കിലും ഇവൻറ്റുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ പ്രസൻ്റ് ആയിരിക്കണം. ഇങ്ങനെ ഒരു അവിയല് പരുവത്തിലൊക്കെയാണ് ഓരോരുത്തർ ലൈഫ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെ കൃത്യമായി നമുക്ക് ചാർട്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും സാധിക്കുകയാണെങ്കിൽ അതിലൂടെ അവർ നമുക്കൊരു പേയ്മെൻറ്റ് നൽകും. 40,000 രൂപയ്ക്ക് മുകളിൽ ഇതിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വെർച്വൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. പീപ്പിൾ പെർ ഹവർ, ക്ലിക്ക് വർക്കർ തുടങ്ങിയ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സമീപിക്കാം. അതിലൂടെ നിങ്ങൾക്ക് ഈ ജോബിലേക്ക് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാനേജറാണ്. ഇന്ന് നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിലെല്ലാം കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് വളരെയധികം ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഒരു ടൈം കഴിഞ്ഞാൽ, അതായത് ഫോളോവേഴ്സിനെ ഗ്രോത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ടൈം കഴിഞ്ഞാൽ
സോഷ്യൽ മീഡിയ കൃത്യമായി മാനേജ് ചെയ്യാൻ പലപ്പോഴും ഇവർക്ക് സാധിക്കാതെ വരുന്നുണ്ട്. കാരണം അവർക്ക് പല ഇവൻറ്റുകളും മറ്റൊക്കെ വരുന്നു. പലപ്പോഴും കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ട്രെൻഡിനെ മനസ്സിലാക്കാൻ പലപ്പോഴും ഇവർക്ക് സാധിക്കാതെ വരുന്നു. ഇങ്ങനെ പല അധികം പ്രശ്നങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നൽകും. ഇൻഫ്ലുവൻസർമാർ, അതായത് ശരാശരി അവർ നിങ്ങൾക്ക് 5000 രൂപ മുതൽ 30,000 രൂപയ്ക്ക് മുകളിൽ വരെ പേയ്മെൻറ്റ് ചെയ്യാൻ അവർ വില്ലിങ് ആണ്, നിങ്ങളുടെ എക്സ്പെർട്ടൈസിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇവിടെ നിങ്ങളുടെ എന്താണ് വരുന്നത്, അതായത് സോഷ്യൽ മീഡിയകൾ എല്ലാം തന്നെ നിങ്ങൾ മാനേജ് ചെയ്യണം. അതായത് ട്രെൻഡിനെ മനസ്സിലാക്കണം, അതേപോലെ തന്നെ കോണ്ടൻറ്റിനുള്ള ഇൻസൈറ്റ്സുകൾ നിങ്ങൾ പാസ് ചെയ്യേണ്ടതായിട്ട് വരും, അതിനെ ഷെഡ്യൂൾ ചെയ്യണം, അതേപോലത്തെ കമൻറ്റിന് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കണം, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ മാനേജ് ചെയ്യണം. ഒരു ഹിൻറ്റ് തരാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ലിങ്ക്ഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. ലിങ്ക്ഡിനെ കുറിച്ച് പറയാൻ കാരണം, ലിങ്ക്ഡിൻ ആരാ യൂസ് ചെയ്യുന്നത്? കമ്പനികളുടെ ഓണേഴ്സാണ് യൂസ് ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് പലപ്പോഴും ഇവരുടെ ഡെയിലി ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടും ഇവർ ഭയങ്കര തിരക്കിലാകുന്നത് കൊണ്ടും പലപ്പോഴും ലിങ്ക്ഡിൻ അവർക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. ശരാശരി 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഏൺ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ലിങ്ക്ഡിൻ അത്രയധികം പൊട്ടൻഷ്യലുണ്ട്, അറിയാതെ പോകരുത്. ലിങ്ക്ഡിൻ നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. അടുത്തതാണ് നിങ്ങളുടെ എക്സ്പെർട്ടൈസ് സെല്ല് ചെയ്യുക എന്നത്. അതായത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്കൊരു എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഉപദേശം സ്വീകരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തെറ്റുകളൊന്നുമില്ലാതെ ആ കാര്യം പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സെല്ല് ചെയ്യാം. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ. എന്തിനേറെ പറയുന്നു, കുക്കിംഗ് നിങ്ങൾക്കറിയുമെങ്കിൽ അത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം, യോഗ നിങ്ങൾക്കറിയുമെങ്കിൽ അത് സെല്ല് ചെയ്യാം, ഡ്രോയിങ് നിങ്ങൾക്കറിയുമെങ്കിൽ അത് സെല്ല് ചെയ്യാം. ഇനി ഡെപ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമെങ്കിൽ സെല്ല് ചെയ്യാം. നിങ്ങളുടെ ഏതറിവും നിങ്ങൾക്ക് ഓൺലൈൻ മുഖേന സെല്ല് ചെയ്യാം. ആദ്യഘട്ടത്തിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോകൾ പബ്ലിഷ് ചെയ്യുക, ശേഷം അതിൽ നിന്ന് ലീഡ് വരുന്നു, അതിനെ ക്ലോസ് ചെയ്ത് ഓർഗാനിക്കായിട്ട് പയ്യെ പയ്യെ നിങ്ങൾക്ക് പോകാം. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഇൻകം ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി പെയ്ഡ് അഡ്വർടൈസിങ്ങിലൊക്കെ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇനിഷ്യൽ ഗ്രോത്തിലോട്ട് എത്തിക്കാനും സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് മന്ത്ലി നിങ്ങൾക്ക് 2 ലക്ഷം രൂപയോ 5 ലക്ഷം രൂപയോ ഡിപ്പെൻസ് ഓൺ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനുള്ള സാധ്യതയാണ് എക്സ്പെർട്ടൈസ് സെല്ല് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലാസ്റ്റാണ് ഗൂഗിൾ മാപ്പ് മാനേജർ. ഒരു കമ്പനി മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ആ കമ്പനിക്ക് പലതരത്തിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഡിജിറ്റലി ഉള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോഴിക്കോട് ബേസ് ചെയ്ത് നല്ല ബിരിയാണി കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ ആ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും ഡിജിറ്റലി ബേസ് ചെയ്ത്. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് ഒരു വ്യക്തി വരുന്നു, നല്ല ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറൻറ്റ് എന്ന് ബേസ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ആദ്യ റാങ്കിങ്ങിൽ വരുന്നത് അങ്ങോട്ടായിരിക്കും പോകാനുള്ള സാധ്യത. അതായത് ഗൂഗിൾ മാപ്പിലെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേയധികം ഇൻസൈറ്റ്സുകൾ കിട്ടും. ഒന്ന്, കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ കിട്ടും, അവിടെ ഏത് ബിരിയാണിയാണ് കഴിക്കേണ്ടത്, അതിൻ്റെ ബഡ്ജറ്റ്, ആൾക്കാരുടെ ഫീഡ്ബാക്ക്, അവിടുത്തെ ലൊക്കേഷൻ, ആംബിയൻസ് തുടങ്ങിയ ഒട്ടനവധി വിവരങ്ങൾ ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ നെഗറ്റീവ് റിവ്യൂ ഇട്ട് കഴിഞ്ഞാലോ ആ ഹോട്ടലിൻ്റെ നിലയും വിലയും പോകും. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിനെ കൃത്യമായി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു 10 ക്ലയൻറ്റ് മതി. ഒരു ക്ലയൻറ്റിൽ നിന്ന് 6000 രൂപ മന്ത്ലി നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 10 ക്ലയൻറ്റ് ആകുമ്പോൾ 60,000 രൂപയായി. അപ്പോൾ ഗൂഗിൾ മാപ്പിനെ പോലും അതിവിദഗ്ധമായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തത് കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റികളാണ്. ഇവിടെ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾക്ക് സ്കില്ലില്ല എങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, മാക്സിമം കാര്യങ്ങൾ ലേൺ ചെയ്യുക. യൂട്യൂബിൽ നിന്ന് ലേൺ ചെയ്യാം, ChatGPT ഇതേപോലെ AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ലേൺ ചെയ്യാം, അതല്ലെങ്കിൽ ഉഡമി പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ലേൺ ചെയ്യാം. പഠിക്കുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതിനുശേഷം സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നല്ല ജോലി സാധ്യതകൾ കണ്ടെത്തുക, അതിലേക്ക് അപ്ലൈ ചെയ്യുക. അതിലൂടെ
പാസീവായിട്ടോ ഫുൾ ടൈം ആയിക്കോ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.